ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തായാലും KTU പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഈ ഒരു അവസാന സമയത്ത് ഇത്തരത്തിലുള്ള വീഡിയോസ് യൂസ്ഫുൾ ആകുമെന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. ഇനി അങ്ങോട്ട് കൂടുതൽ നിങ്ങളെ കൊണ്ട് മാക്സിമം ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കിപ്പിക്കുക എന്നുള്ളതാണ്. അത് നാളെ ഞങ്ങൾ ലൈവായിട്ട് വരുന്നുണ്ട്. സോ ഗ്രൂപ്പ് ബി ആൻഡ് സിയിലെ മാത്സ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് മൊഡ്യൂൾ 4 ആണ് മക്കളെ. അതായത് 15 മാർക്കാണ്. ഈ 15 മാർക്ക് അതിന് മുമ്പ് ഞാനൊരു കാര്യം പറയട്ടെ, നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലും കമ്മ്യൂണിറ്റി വാട്സാപ്പിലും ഒക്കെ ജോയിൻ ചെയ്ത് വെച്ചേക്കുക. കാരണം മാത്സ് ജസ്റ്റ് ഒരു തുടക്കം മാത്രമാണ്. ഇനി അങ്ങോട്ട് നമ്മുടെ ക്രിസ്മസ് വെക്കേഷനൊക്കെ പ്രോപ്പർ സ്റ്റഡി പ്ലാനുമായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പൈത്തണും അതിനുശേഷമുള്ള ഇലക്ട്രിക്കലും ഒക്കെ കൃത്യമായിട്ട് നമുക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റും. സോ ഗ്രൂപ്പ് എ ആണെങ്കിലും ബി ആണെങ്കിലും സി ആണെങ്കിലും ജോയിൻ ചെയ്യുക. സോ ഫസ്റ്റ് ടൈലർ സീരീസ് ആണ്. ഗ്രൂപ്പ് മൊഡ്യൂൾ 4 ഗ്രൂപ്പ് ബി ആൻഡ് സിയെ സംബന്ധിച്ച് 100% ഫ്രീ ഹിറ്റ് ചാപ്റ്ററാണ് എന്ന് ഞാൻ പറയും. കാരണം ഒരേ ഒരു കാര്യം പ്രോപ്പറായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് 10+ മാർക്ക് ഇതിൽ കിട്ടും. അത് വേറെ ഒന്നുമല്ല, ടൈലർ സീരീസ് റെപ്രസെൻറ്റേഷനാണ്. ബാക്കി എല്ലാം വരുന്നതും ടൈലർ സീരീസ് റെപ്രസെൻറ്റേഷനും 4 ഇയർ സീരീസുമാണ്. ഈ 2 കാര്യങ്ങൾ നിങ്ങൾ പഠിക്കണം, പഠിച്ചേ പറ്റൂ. കാരണം നിങ്ങൾ ഈ ഒരു മൊഡ്യൂള് ഒരൊറ്റ മെത്തേഡാണ്. കാരണം ഇത് രണ്ടിലും ഒരേ മെത്തേഡാണ് വരുന്നത്. ഞാൻ എക്സാമ്പിൾ പറയാം. ടൈലർ സീരീസ് റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണെന്ന് പറയണം. അതൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യൻ ഏകദേശം നിങ്ങൾക്ക് വരും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ പാർട്ട് എയിലെ ഒരു 3 മാർക്കും പാർട്ട് ബിയിലെ ഒരു 3 മാർക്കും 6+3 വരെ ഒരു 3 മാർക്കും. മക്കളാണ് സീരീസ് റെപ്രസെൻറ്റേഷൻ ഇതുമായി ബന്ധപ്പെട്ട് തന്നെ നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്ന ഒരു സംഭവമാണ്. ഞാൻ കൂടുതൽ ഇത് ചെയ്യുന്നില്ല. 4 ഇയർ സീരീസ് ട്രാൻസ്ഫോർമേഷൻ, അതിൻ്റെ റെപ്രസെൻറ്റേഷൻ യൂലർ ഫോമിൽ അതുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. കൺവെർജൻസ് ഓഫ് 4 ഇയർ സീരീസ്. അതായത് 4 ഇയർ സീരീസ് റെപ്രസെൻറ്റേഷൻ പഠിച്ചു കഴിഞ്ഞാൽ ഇത് കൺവെർജൻ്റ് ആണോ അല്ലയോ എന്നറിയാൻ വളരെ എളുപ്പമായ ഒരു കാര്യമാണ്. അതിൽ തന്നെ 2π പീരിയോഡിക് ഫംഗ്ഷൻ ഒരു എക്സാമ്പിൾ പഠിച്ചു വെച്ചേക്കുക. 2l പീരിയോഡിക് ഫംഗ്ഷൻ ഒരു എക്സാമ്പിൾ പഠിച്ചു വെച്ചേക്കുക. ഹാഫ് റേഞ്ച് കൊസൈൻ സീരീസ് ഒരു എക്സാമ്പിൾ പഠിക്കുക. ഇതിൻ്റെ ഒരു എക്സാമ്പിൾ പഠിക്കുക. എക്സാമ്പിൾ പഠിക്കുക എന്ന് പറയുന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് മെത്തേഡ് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി ഏത് ഫംഗ്ഷൻ വന്നാലും അതുമായി ബന്ധപ്പെട്ട് തട്ടിക്കൂട്ടി ഒരു തരത്തിൽ എത്തിക്കാം. അത് നമ്മുടെ ഒരു സ്ട്രാറ്റജിയാണ്. മോഡൽ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കും. അതായത് ഇവിടെ നോക്കിയാൽ ഇതിൻ്റെ ടൈലർ സീരീസ് റെപ്രസെൻറ്റേഷൻ കണ്ടുപിടിക്കണം എന്നാണ് ഞാൻ പറഞ്ഞു. ഫസ്റ്റ് എത്തത് 3 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ. 4 ഇയർ സീരീസിൻ്റെ 4 ഇയർ സീരീസിൻ്റെ റെപ്രസെൻറ്റേഷൻ പഠിക്കുമ്പോൾ എന്താണ് ബി എൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ 4 ഇയർ സീരീസ് റെപ്രസെൻറ്റേഷനും കണ്ടുപിടിക്കണം. അതും ഒരു 3 മാർക്കിന് ഇവിടെ വന്നു. അടുത്തതും 4 ഇയർ സീരീസ് റെപ്രസെൻറ്റേഷനാണ്. ബാക്കി അതിൻ്റെ കണ്ടീഷൻസ് തന്നിട്ടുണ്ട്. ഇവിടെ ഹാഫ് റേഞ്ച് കൊസൈൻ സീരീസ് ഇതൊരു ഫംഗ്ഷനാണ്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ ഇത് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഏത് ഫംഗ്ഷൻ തന്നാലും സ്റ്റെപ്പുകൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഹാഫ് റേഞ്ച് കൊസൈൻ സീരീസിൽ എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്കിപ്പോൾ ഫൈനൽ ആൻസർ കറക്റ്റായിട്ട് കിട്ടിയില്ല എങ്കിൽ പോലും ആ സ്റ്റെപ്പുകൾ എഴുതി വെച്ചാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും 100%. ഓക്കെ, വീണ്ടും ഒരു 4 ഇയർ സീരീസ് റെപ്രസെൻറ്റേഷനാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ സത്യം പറഞ്ഞാൽ 4 ഇയർ സീരീസും ടൈലർ സീരീസും മാത്രമേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഫ്രീ ഹിറ്റായിട്ട് വരുന്നത് ഹാഫ് റേഞ്ച് കൊസൈനും ഹാഫ് റേഞ്ച് സൈനുമാണ്. ഇവിടെ നോക്കിയാൽ 4 ഇയർ സീരീസ് ഓൾറെഡി തന്നിട്ടുണ്ട്. അത് നിങ്ങൾ ഷോ ചെയ്താൽ മാത്രം മതി. അതാണ് ഞാൻ എക്സാമ്പിൾ പഠിക്കാൻ പറഞ്ഞു വെച്ചത്. ഇത് എഴുതുന്നു, നിങ്ങൾക്ക് അറിയാവുന്ന മെത്തേഡ്സിൽ ഇത് തിരികെ കയറ്റി എഴുതുന്നു. ഞാൻ പറയുന്നത് OS ലെവലിലുള്ള സ്റ്റുഡൻസിനോടല്ല. ഇൻ കേസ് നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ എങ്ങനെ മാർക്ക് ഒപ്പിക്കുക എന്നാണ് പറയുന്നത്. അവസാനം ഇതാണ് നിങ്ങൾക്ക് എത്തേണ്ടതെന്ന് അറിയാം. നമ്മൾ +2 വരെ ചെയ്ത അതേ മെത്തേഡ് അല്ലേ. അപ്പോൾ ആ മെത്തേഡ്സ് എഴുതി അവസാനം ഇതിൽ കൊണ്ടെത്തിച്ചാൽ മതി ഗൈസ്. സംഗതി സിമ്പിളാണ്. എത്ര പേർക്ക് ഇതിൻ്റെ ഒരു ടാക്ടിക്സ് മനസ്സിലായി എന്ന് അറിയില്ല. തീർച്ചയായിട്ടും കൂടുതൽ വീഡിയോസിനും PVQ ലെവൽ സോൾവ് പ്രിഡിക്ഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ഡിസ്കഷനും ഒക്കെ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. തൽക്കാലം നിർത്തുന്നു.